ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല റെഡിയാക്കാം. സാധാരണ നോർമൽ സിമ്പിളായിട്ട് ചെയ്യുന്ന മസാലയാണ്. മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ്. സാധാരണ ചെയ്യുന്ന ഇതേ ഉള്ളൂ, അത് സ്പെഷ്യൽ മസാലയൊന്നുമില്ല. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു. കുരുമുളക് പൊടി ഇടുമ്പം കുറച്ച് നല്ലതായിരിക്കും, കുറച്ച് എരിവും ഒക്കെ വരുമ്പോൾ നല്ലതായിരിക്കും. അപ്പം ഇത് ജസ്റ്റ് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണ്, വേറെ എണ്ണയൊന്നും ഒഴിച്ച് മിക്സ് ചെയ്യുന്നില്ല, വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് ഒത്തിരി ലൂസാക്കുന്നില്ല, അത്യാവശ്യം ഒരു ടൈറ്റ് രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏത് മീനാണോ എടുക്കുന്നത് ആ മീൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാല, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല അതിലേക്ക് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത്യാവശ്യം ഇച്ചിരി വലിയ മീൻ വേണമെന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ അയിലയാണെങ്കിലും എടുക്കാം, മീൻ കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഈ നമ്മൾ ഫുള്ളായിട്ട് എല്ലായിടത്തും ആ മസാല തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് വെക്കണം. എന്നിട്ട് അതൊരു 1 hour മിനിമം ഒരു ഹാഫ് ആൻ അവർ മാരിനേഷൻ വെക്കണം. അപ്പോൾ നന്നായിട്ട് ആ മസാല പിടിക്കും. അതിനുശേഷം ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമ്മൾ നാടൻ കറിയാകുമ്പം വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്, കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് നമ്മുടെ മീനെ അങ്ങനെ അത്ര നീളത്തിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേഷൻ ടൈം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എത്രത്തോളം മാരിനേഷൻ ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മളുടെ മീനിലേക്ക് അത്ര മസാല പിടിക്കും, കുറച്ചുകൂടെ ടേസ്റ്റും നല്ലതായിരിക്കും. അപ്പോൾ ഇതൊരു 1 സൈഡ് ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. ഇനി ആ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് കിട്ടിയതിന് ശേഷമാണ് നമ്മളിതെടുത്ത് മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ മീൻ ഉടയാതെ പെതുക്കെ തിരിച്ചിട്ടിട്ടുണ്ട്. ഉടഞ്ഞ് അതിൽ നമ്മുടെ കല്ലിലൊന്നും പിടിച്ചിരുന്നില്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ഈ ഒരു രീതിയിൽ മുരിഞ്ഞ് വരണം നമ്മുടെ മീൻ. എന്നാലും നമ്മൾ പിന്നെ ഇതിലേക്ക് മസാലയൊക്കെ പുരട്ടുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് നമുക്കിതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ ഇപ്പോൾ ഞാൻ 2 സൈഡും വറുത്തെടുത്തിട്ടുണ്ട്. 2 സൈഡും നമ്മുടെ മീനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ഒരുപാട് ഓയിലിട്ട് ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല, ഇങ്ങനെ ഫ്രൈ ചെയ്താലും മതി. അല്ലാതെ ഒത്തിരി ഓയിലങ്ങ് മുക്കിയിട്ട് അതേപോലെ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഫ്രൈ ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകൾ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കോക്കനട്ട് ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിനാണ് എപ്പോഴും കോക്കനട്ട് ഓയിൽ പ്രിഫർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അപ്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. സവാള എടുത്തിട്ടുണ്ട്. ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 സവാള എടുത്തിട്ടുള്ള. വലിയ സവാള ആണെങ്കിൽ 1 സവാള മതി. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞു പീസായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കരിയാപ്പില എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമേ ഉള്ളൂ. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ എടുത്തിരിക്കുന്ന മീൻ ആവശ്യത്തിനുള്ള സവാള മതി. ഒത്തിരി മസാല ആയാലും നമ്മൾ കഴിക്കത്തില്ല, ഒത്തിരി ഓവറായാലും കഴിക്കത്തില്ല. അപ്പോൾ ഒത്തിരി ഉള്ളിയും സവാള അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം സവാള ഇട്ട് കൊടുത്തു, അതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് വഴണ്ട് വരുന്ന കഴിയുമ്പോൾ അടുത്ത ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിടുമ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, കാരണം നമ്മൾ മീനിൽ ഉപ്പിട്ടാണല്ലോ വറുത്തേക്കുന്നത്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പം ഉള്ളിയും നമ്മുടെ പച്ചമുളകും ഒന്ന് വഴണ്ട് വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഭയങ്കര ചെറുതായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞേക്കാണ്, വലിയ പീസസ് ഒന്നും കുഞ്ഞതായിട്ട് അരിഞ്ഞാണ്. അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതി വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ബാക്കിയുള്ള മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കും. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് മസാലയല്ലേ ഉള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി നമുക്ക് ആവശ്യത്തിന്, കുരുമുളക് പൊടിയൊക്കെ മീൻ ഫ്രൈ ചെയ്തതിനകത്തുകൊണ്ട് അപ്പോൾ ഒത്തിരി എരിവ് വേണ്ട നമുക്ക്. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇട്ട പൊടികളൊക്കെ ഒന്ന് മിക്സായിട്ട് എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 തക്കാളി മതി, ഒത്തിരി പുളിപ്പായാൽ നമുക്ക് വേണ്ട. അപ്പം നമുക്ക് 1 തക്കാളി ചെറിയ പീസസായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന്, ഒത്തിരി വലുതായാൽ കൊള്ളത്തില്ല, അപ്പം ചെറിയ പീസസായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയ പീസായിട്ട് നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് അത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ്
വരണം. അപ്പോൾ എന്നാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ തക്കാളിയുടെ പീസ് പോലെ തന്നെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പം എല്ലാവരും പിറകി മാറ്റി വെക്കാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വരത്തില്ല. അപ്പം തക്കാളി കുഞ്ഞതായിട്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരണം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് തേങ്ങാപ്പാൽ നല്ല കുറുകിയ രീതിയിൽ എടുത്തിട്ടുണ്ട്. ലൂസായിട്ടല്ല, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ടാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഇല്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട എന്നുള്ളവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അത് തികച്ചും ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, വളരെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് ആ തക്കാളിയും അതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുന്ന രീതിയിലാക്കിയാൽ മാത്രം മതി. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുത്ത് ആ ഒരു ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ട്, ഒത്തിരി ഇല്ല. അപ്പം തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ചും കൂടെ നമ്മളുടെ ഗ്രേവിക്ക് ഉൾപ്പെടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം സെറ്റായി മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ വാഴയില ഒന്ന് വാട്ടിയെടുക്കുകയാണ്. നമ്മൾ തീയിൽ കാണിച്ച് ഒന്ന് വാട്ടിയെടുക്കാം. വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇലയിൽ ഒന്ന് നിരത്തി, നമ്മൾ മീനിൻ്റെ ഒരു വലിപ്പം അനുസരിച്ച് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ഫുൾ ഇടണ്ട, അത് നമുക്ക് മീൻ വെച്ചിട്ട് അതിന് മണ്ടയ്ക്ക് ഇടാനുള്ളത്. അപ്പം ആദ്യത്തെ ഒരു ലെയർ നമ്മൾ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ അതിന് മണ്ടയ്ക്കത്തെ നമ്മൾ വറുത്ത മീനുണ്ടല്ലോ അത് നമ്മൾ വെച്ച് കൊടുത്തു. ഇനി രണ്ടാമത്തെ ലെയർ ബാക്കിയുള്ള മസാല ഫുള്ള് നമ്മൾ ഈ മീനിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മസാല എല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടാണെങ്കിലും ആ മീനിൻ്റെ ഉൾവശത്തേക്കും ആ മീൻ ഫ്രൈ ചെയ്ത ഫുൾ എല്ലാ പോർഷനിലും ഈ മസാല വെച്ചിട്ട് കവർ ചെയ്യണം. ഇത് നന്നിട്ട് ഈ മസാലയിൽ മീൻ അങ്ങ് പൊതിയണം, ആ ഒരു രീതിയിലാക്കണം. ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം, ഒരിടം പോലും വിടാതെ ഫുള്ളായിട്ട് നമ്മൾ ഈ മസാല വെച്ചിട്ട് നമ്മൾ മീനെ അങ്ങ് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാലും ഇത് ആവിയിൽ വേവുമ്പം കറക്റ്റ് ആവത്തുള്ളൂ, അവിടെ ഇവിടെ ആയിട്ടിടരുത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കാര്യം സെറ്റ്. ഇനി നമുക്ക് നമ്മുടെ ഇല നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടാം. ഇപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ പൊതിയുന്നത്. ഈ രീതിയിൽ പൊതിഞ്ഞിട്ട് ഈ വാഴയിലയുടെ തന്നെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു വള്ളി പോലെ, അതിട്ട് തന്നെ ഞാൻ ഇവിടെ കെട്ടുന്നത്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് കെട്ടുകയാണ്. അപ്പോൾ ഞാൻ കെട്ടാനായിട്ട് അമ്മയുടെ ഹെൽപ്പ് ഒന്ന് എടുക്കുന്നുണ്ട്, കാരണം കറക്റ്റായിട്ട് ഞാൻ കെട്ടിയിരിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ അത്യാവശ്യം രീതിയിൽ നല്ലതായിട്ട് കെട്ടി. ഇനി നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത ആ ഒരു പാൻ ഉണ്ടല്ലോ, ആ പാനിൽ തന്നെ, കാരണം എണ്ണ ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു, അപ്പോൾ അതിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെ വാഴയില വെച്ചു. ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. വീണ്ടും അത് തിരിച്ചിട്ടു, വീണ്ടും അതേപോലെ തന്നെ ചെയ്തു. അങ്ങനെ രണ്ട് സൈഡും എല്ലാം നന്നായിട്ട് വാടി ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും നമ്മുടെ മീൻ അകത്തുള്ള ഇതെല്ലാം നന്നായിട്ട് വാടി എല്ലാം സെറ്റായി എന്നാണ് ഇല ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ മീൻ പൊളിച്ച് റെഡിയായി. ഞാനിവിടെ നമ്മുടെ ഫുള്ള് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്, നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്, കൈയെല്ലാം പൊള്ളുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഈ ഇല ഈ ഒരു രീതി ആവുന്നത് നോക്കിയാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇല ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കിന് നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയതാണ്. അപ്പോഴത്തേക്കും നല്ല അടിപൊളി, നമ്മൾ മസാല എല്ലാം കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഏതെങ്കിലും മീനൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മൾ കരിമീൻ പൊള്ളിച്ചത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ മീനുകളാണ് ചെയ്യാറ്. ചെറിയ മീൻ യൂസ് ചെയ്യുന്നത്, ഈവൻ അയിലയൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാം. ഇച്ചിരി വലിയ അയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒരു നാരങ്ങ നീരും കൂടെ അതിലേക്ക് ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നെങ്കിൽ മാത്രം മതി. നമുക്കിവിടെ നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല അടിപൊളി ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.